Hi dears, welcome back to Fashion Week Designs. നമുക്ക് ഈ ഒരു സമ്മർ സ്പെഷ്യൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ മൾട്ട് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് നമ്മൾ കാണാൻ പോവുക. സിമ്പിൾ, നമുക്കൊരു ഓഫീസ് വെയർ റെഗുലർ വെയർ സ്റ്റൈലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ്. ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. ടോപ്പ് ഫുള്ളും ഈ ഇങ്ങനത്തെ അതായത് ബേസ് വൈറ്റ് ഷെയ്ഡില് ഷിബോരിയിൽ മാത്രം ചേഞ്ച് കൊടുത്തേക്കുന്നത്. ഫുള്ളും ഷിബോരി പ്രിന്റ് ആണ് ടോപ്പ് ഓൾ ഓവർ ചെയ്തേക്കുക. ദുപ്പട്ടയിലും അതേപോലെ തന്നെ ദുപ്പട്ടയിൽ ഒരു കൈൻഡ് ഓഫ് ബാന്തിനി പ്രിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ പോയേക്കുക. ആൻഡ് യോക്കില് എംബ്രോയിഡറിയും കൂടെ അഡീഷണലി ചെയ്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്ക്. ആ ഫ്ലവേഴ്സിന്റെ കളേഴ്സിലാണ് ഈ ഷിബോരി പ്രിന്റും ദുപ്പട്ടയിലെ ആ ഒരു പ്രിന്റ് കോമ്പിനേഷൻസ് എല്ലാം വന്നിരിക്കുന്നത്. സെക്കൻഡ് കളർ, അതായത് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നതായിട്ടൊരു ലൈറ്റ് ചേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് കളറിൽ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ഇതിൽ ദുപ്പട്ട നോക്കിയാൽ ഇച്ചിരി കൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡും ഇതിൽ ഇച്ചിരി കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡും ആണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഇങ്ങനെയാണ് ടോപ്പ് കൊടുത്തേക്കുക. വൈറ്റിൽ തന്നെ ആ ഒരു ഷിബോരി പ്രിന്റ്. ബോട്ടം വന്നിട്ട് കോൺട്രാസ്റ്റ് ആണ്. ലുക്ക് വരുന്നുണ്ട്. മുമ്പേ കണ്ടതും ഇതും തമ്മിൽ ദുപ്പട്ടയുടെ നോക്കിയാൽ മനസ്സിലാവും കറക്റ്റ് ആയിട്ട് ലൈറ്റും ഡാർക്കും വേരിയേഷൻസ് വന്നിട്ടുണ്ട്. എല്ലാം കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് ടോപ്പും ദുപ്പട്ടയും ബോട്ടവും ഇതുണ്ടോ കോൺട്രാസ്റ്റ്. അതായത് ദുപ്പട്ടയുടെ ഷെയ്ഡ്സ് നോക്കിയാൽ മതി, ആ സെയിം ഷെയ്ഡിലാണ് ബോട്ടവും കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയാണ്. ഒരു ഓഫീസ് വെയർ സ്റ്റൈലിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റെഗുലർ വെയർ ആയിട്ടും ചർച്ച് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ വൈറ്റ് ഷെയ്ഡിൽ ഒരു എലഗന്റ് ആയിട്ടുള്ള എംബ്രോയിഡറി. ഇതടുത്തത് മൾക്കോട്ടൺ ഫാബ്രിക്കിലെ അടുത്ത കളറാണ്. ഇതൊരു ബ്ലൂവും ഗ്രീനും മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഒരു ഷെയ്ഡിൽ ഫുൾ ഇതേപോലെ ആ ഒരു ഫ്രണ്ടിലും ബാക്കിലും ഷിബോരി പ്രിന്റ് ചെയ്തേക്കുന്നു. ബേസ് വൈറ്റ് ആണ് വന്നേക്കുന്നുണ്ടോ, ഇങ്ങനെ നിൽക്കും. ടോപ്പ് വന്നിട്ട് ഇത് എൻ്റെ ബോട്ടം കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നത്. അതായത് ഈ പ്രിന്റിന് യൂസ് ചെയ്തേക്കുന്ന സെയിം കളർ തന്നെയാണ് ബോട്ടം വന്നേക്കുക. അത് തന്നെ ദുപ്പട്ടയിൽ ചെയ്തേക്കുന്നു. ദുപ്പട്ടയിൽ കൂടുതലും ആ പ്രിന്റിൽ വന്നേക്കുന്ന കളറാണ് ഹൈലൈറ്റഡ് ആയിട്ട് ദുപ്പട്ടയിൽ കൊടുത്തിട്ട് ബേസ് കളറാണ് ഇങ്ങനെ ഈ ബാന്തിനി പ്രിന്റ് പോലെ യൂസ് ചെയ്തേക്കുന്നത്. അടുത്ത ഷെയ്ഡ് ഷിബോരി ചെയ്തേക്കുന്നത് ഇതിൽ ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ വരും ഇതിന്റെ ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. മൾക്ക് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പ്, ദുപ്പട്ട ബോട്ടം വന്നിട്ടും കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ ദുപ്പട്ടയിലും ബാന്തിനി പ്രിന്റ് ചെയ്തേക്കുന്ന കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടവും ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. സമ്മർ സ്പെഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാം, ഓഫീസ് വെയർ സ്റ്റൈലിൽ യൂസ് ചെയ്യാം. ടോപ്പിന്റെ ലെങ്ത് കോട്ടൺ ഫാബ്രിക്കിലാണെങ്കിൽ നിങ്ങൾക്ക് നോർമലി വളരെ ലെങ്ത് കുറവുള്ളതായിരിക്കും നോർമലി മാർക്കറ്റിൽ കിട്ടുന്ന കോട്ടൺ ഫാബ്രിക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഓൺ ഡിസൈൻ 2.6 മീറ്റർ ടോപ്പ് ലെങ്തിലാണ് ഇത് വന്നേക്കുന്നത്. ഇതിലൊരു കൈൻഡ് ഓഫ് ഒരു പക്ക ഓറഞ്ച് എന്ന് പറയത്തില്ല, കുറച്ചുകൂടി ഒരു ബ്രിക്ക് ബ്ലണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഷെയ്ഡ്. ഇത് അതിന്റെ എംബ്രോയിഡറി. കോട്ടൺ ആണെങ്കിലും ഫുൾ എംബ്രോയിഡറി. നോർമലി ഇങ്ങനെ ബത്തിക് പ്രിന്റ് അല്ലെങ്കിൽ ബ്ലോക്ക് പ്രിന്റുകളൊക്കെ ആയിരിക്കും കോട്ടണിൽ കൂടുതലായിട്ട് വരിക. ഇതിൽ എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇതിന്റെ തന്നെ ഒരു കളർ കൂടെ വരുന്നുണ്ട്. ഇത് ഇതിന്റെ ലൈറ്റ് ഷെയ്ഡ്, ഇതിന്റെ ഡാർക്ക് ഷെയ്ഡും വരുന്നുണ്ട്. ഇതാണ് ഡാർക്ക് ഷെയ്ഡ്. അതായത് എംബ്രോയിഡറിയിൽ ലൈറ്റ് വേരിയേഷൻ. ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നതുകൊണ്ടാണ് നമുക്ക് എംബ്രോയിഡറി നോക്കി അത്രയും മനസ്സിലാവില്ല. ബട്ട് ദുപ്പട്ടയും ബോട്ടും നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതിന്റെ ഡാർക്ക് ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ വരും ഓവറോൾ ലുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് ദുപ്പട്ട പോയേക്കും. ആ ഒരു സെയിം ഷെയ്ഡിൽ തന്നെ വരുന്ന കോട്ടൺ ബോട്ടമാണ്. ഇത്രയും കളേഴ്സിലാണ് ചെയ്തേക്കുന്നത്. മൾക്ക് കോട്ടൺ ഫാബ്രിക് ആണ്. റേറ്റ് 1190, 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.